ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് രാമേശ്വരം പോകാൻ വേണ്ടി ട്രിപ്പ് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇതാ ഒരുങ്ങി നമ്മൾ ബാഗുകളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫാമിലി മൊത്തം ആളുകൾ ഒരു ബസ്സിന് ആളുകളായിട്ടുണ്ട് പോകുന്നത്. അപ്പം നമ്മൾ കുറച്ച് സമയം നമ്മളിവിടെ ഒരുങ്ങി നിൽക്കുന്ന വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് ഒരു ഓട്ടോറിക്ഷ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോട്ടനും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിടെ ഷൂ ഒക്കെ കെട്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ്. മോട്ട് ഈ ഹാപ്പിയാണോ? അപ്പം നമ്മൾ എങ്ങോട്ടാ പോണത്? അപ്പം ഇതാ നമ്മുടെ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് പോവാൻ സമയമായി. അപ്പം നമ്മൾ ഇനി ബസ്സിൽ നിന്ന് കാണാം. അപ്പം അനിയത്തിയും നാത്തോനും ആങ്ങളെയും എല്ലാവരും ഉണ്ട് കേട്ടോ ബസ്സിൽ. നമ്മളെല്ലാവരും കണ്ടുമുട്ടി ബസ്സിൽ നിന്ന്. ആ ചേച്ചിയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള മൊത്തം ആളുകളാണ് കേട്ടോ. എല്ലാവരും ഹായ് പറയുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. നമ്മളെ കുഞ്ഞുവാവ രണ്ട് കുഞ്ഞുവാവകളുണ്ട്. ഒന്ന് ചെറിയൊരു കുഞ്ഞുവാവ ഇതായിരിക്കണോ, അതിന് പിന്നെ ഒരു കുഞ്ഞുവാവയും കൂടെ ഈ ഒരു സീറ്റിലുണ്ട് കേട്ടോ. ബൈജേട്ടന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനും ബൈജേട്ടനും ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞങ്ങൾ ഇത്രയും ലോങ് ആയിട്ടൊരു ട്രിപ്പ് ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഉച്ചഭക്ഷണത്തിന് വണ്ടി നിർത്തിയിട്ടുണ്ട്. എൻ്റെ മോനും ചേച്ചീൻ്റെ കുട്ടികളും കൂടെയുള്ള ഫോട്ടോസ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോണ വഴിയാണ് കാറ്റാടി യന്ത്രം കാണുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ കാറ്റാടി യന്ത്രം കാണാൻ പറ്റിട്ടോ. പിന്നെ രാത്രിയിലെ ഫുഡാണ്. ചെമ്പിന് തമിഴ്നാട്ടിൽ കഞ്ഞി ഉണ്ടാക്കുന്നത് കണ്ടോ ഗായ്സ്? കുറച്ച് അണ്ണാച്ചികള്. നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ നിൽക്കുന്നത് പഴനിക്കടുത്തുള്ളൊരു മുള്ളംപട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മളിനി ഇവിടുന്ന് രാമേശ്വരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. ബസ് പുറപ്പെടാനായിട്ടോ. അങ്ങനെ നമ്മൾ പുലർച്ചെ 5 മണിക്കാണ് രാമേശ്വരത്ത് എത്തിയത്. അങ്ങനെ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ്. അപ്പം ചേച്ചിയും അനിയത്തിൻ്റെ ഭർത്താവും കൂടി കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ചെമ്പിട്ട് പുറത്തേക്ക് ചാടണ്ട. കുക്കറിലെ ചായ വെക്കുന്ന ഒരു അനുഭവമാണ് അറിയാ. ക്യാമറ കൂടെ തിരിഞ്ഞോട്ടെ. അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ വേറൊരു ബസ്സിലാട്ടോ രാമേശ്വരത്തേക്ക് പോയത്. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ ഒരു കടലിൽ മുങ്ങി കുളിച്ചിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോവാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും മുങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു. പല ദേശത്തു നിന്നുമുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബോട്ടുകൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഫിഷിംഗ് ഹാർബർ ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ നമ്മളിവിടെ കണ്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പോയത്. ഇവിടെ ബലിതർപ്പണമൊക്കെ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഈ കാണുന്നത്. ഒരുപാട് ആളുകളുണ്ട് അവിടെ ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകളൊക്കെ അതൊക്കെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ പുഴയിൽ മുങ്ങി പുഴയിൽ കേട്ടോ കടലിൽ മുങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ആ കാണുന്നതാണ് നമ്മളെ രാമേശ്വരം ക്ഷേത്രം. നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ആ ഒരു വ്യൂ ആണ് ഇട്ടത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മളെ നാട്ടിനെ പോലെയല്ല, കാല് നിലത്ത് വെക്കാൻ പറ്റൂല. ചെരുപ്പില്ലാതെ നമുക്ക് നടക്കാനേ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ നമ്മളൊരു സൈക്കിൾ റിക്ഷ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു വാഹനം കൂടുതലായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ ഏകദേശം ക്ഷേത്രത്തിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്തെത്തി നമ്മൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി 22 തീർത്ഥത്തിൽ ആറാടി. അങ്ങനെ നമ്മൾ പിന്നെ പോകുന്നത് ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു ശവകുടീരം സ്ഥിതി ചെയ്യുന്ന മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കണ്ട് അതിന് ശേഷം നമ്മൾ തിരിച്ചു പോരും വഴി നമ്മൾ കൊങ്കൺ നമ്മളെ പാലാണ് കേട്ടോ ഈ കാണുന്നത്. 2 ഭാഗത്തും കടലാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ റെയിൽ പോകുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യൂ ആട്ടോ ഈ ഒരു കാണുന്നത്. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാത്തവർ പോയിട്ട് എന്തായാലും കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഓക്കെ, പോകും വഴി റോഡിൻ്റെ ഇടതുവശത്തുള്ള സൈഡിലെ കാഴ്ചയാണ് കേട്ടത്. ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അവിടെ നിർത്തിയിട്ട് വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു സ്ഥലം എന്തൊരു ഭംഗിയാണ്, പറഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാമെന്നുള്ളത് എനിക്കറിയാം. നമ്മൾ അടുത്ത് പോകുന്നത് മധുരയിലേക്കാണ്. അപ്പം നമ്മൾ അവിടേക്കാണ് ലക്ഷ്യമിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ പാമ്പൻ പാലത്തിൻ്റെ മുകളിൽ കൂടെ ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറം കടൽ ഇപ്പുറം കടൽ, നടുക്ക് പാലും വരുന്നുണ്ട്, റെയിൽ പാളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഞങ്ങൾ സ്പെഷ്യൽ ചായ കുക്കറിൽ ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. ഉല്ലാസ് ബാബന്റെ സ്പെഷ്യൽ കുക്കർ ചായ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചായ 3 വിസിൽ വന്നാൽ മതി. ചായ എത്ര വിസിലാ കുക്കറിൽ? എത്ര വിസിലാ ചായ? എത്ര 5 വിസിൽ ചായ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കി കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ അവിൽ വറുത്തിട്ടുണ്ട്, പഞ്ചസാരയും തേങ്ങയിട്ട് കുഴച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുട്ടികൾക്ക് പൊരിക്കാനായിട്ട് നമ്മൾ കുഴലപ്പുണ്ടല്ലോ, കുഴൽ വാങ്ങിക്കുന്നത്, ആ ഒരു കുഴലപ്പം, അതിൻ്റെ കൂടെയുള്ള ചക്രം, സ്റ്റാർ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറച്ച് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പൊരിച്ച് കോരി എടുക്കുന്നുണ്ട്. അത് എങ്ങോട്ടാ പോകണമെന്നുള്ള അറിയുന്നില്ല, അത് എടുത്ത് പോകണമുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം കുട്ടികളാകുമ്പോഴേ അവർക്ക് ഭയങ്കര ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചതൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വൈകുന്നേരത്തെ ഈ ഒരു ചായൻ്റെ പരിപാടി. സമയമൊക്കെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6-6:30 തുടങ്ങിയിട്ടുണ്ട് നമ്മളിതൊരു ചായ ഉണ്ടാക്കുന്ന സമയം. അപ്പോൾ ഇതാ ചായ ഇവിടെ ഒഴിച്ച് വെക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ, ഒരാളും ബാക്കോട്ട് നിൽക്കാതെ എല്ലാവരും കൂടി കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നതും ചിരിക്കുന്നതും ആയാലും വർത്തമാനം പറയുന്നതായാലൊക്കെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പിയിലായിരുന്നു കേട്ടോ നമ്മളെ യാത്ര തന്നെ. അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം മുഴുവനായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് പൊരിച്ചെടുത്ത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയൊരു ഗ്ലാസ് ചായ. അപ്പം ഞാൻ അതും കൊണ്ട് ഇങ്ങനെ അതാ വീഡിയോ എടുത്തിവിടെ നിൽക്കുകയാണ്. അപ്പം ഞാനങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നു പോയപ്പോണ്ട് നമ്മളെ ചായ നമ്മൾ അതിൻ്റെ ഇടയിൽ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കുഞ്ഞു മക്കൾ ഓടി വന്നേ എൻ്റെ അടുത്തേക്ക്. അപ്പോൾ അവർ വീഡിയോയിൽ ഇതാ കുഴൽ തിന്നുകയാണ്. അപ്പോൾ അവരത് കാണിച്ചു തരാനായിട്ട് അടുത്തേക്ക് വന്നതാട്ടോ. അപ്പോൾ അവർക്ക് ഹാപ്പിയാണെന്നൊക്കെ അവർ പറയണത്. എന്താ കുഴൽ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ പിന്നെ എത്തിയത് മധുരയിലാണ് കേട്ടോ. പെട്ടെന്ന് മധുരയിൽ എത്തിയ സമയം തന്നെ ഞങ്ങൾ വേഗം ഓടിക്കയറി, കാരണം നട അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു. 9:30 നട അടയ്ക്കും. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ 9 മണിയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓടിതാ ഫ്രണ്ടിലെത്തിട്ടോ. അവിടെ നിന്ന് നോക്കിയപ്പോൾ കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഫോണ് കയ്യിലുള്ള സാധനങ്ങൾ മൊത്തം നമുക്കവിടെ പുറത്ത് തന്നെ വെക്കണം, ഉള്ളിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മുടെ ഫാമിലിയിലുള്ള ഷിത്തേട്ടനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും പോണ വഴി APJ അബ്ദുൽ കലാമിൻ്റെ സ്മാരകം ഉണ്ടായിരുന്നു. അവിടെ കയറി. അവിടെയും തന്നെ ഫോണും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ ബാക്കി ഭാഗം ഇടുന്നതാണ്.